സിപിഐ ഇടുക്കി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ സിപിഎമ്മിന് രൂക്ഷ വിമർശനം. സിപിഐ തകരേണ്ട പ്രസ്ഥാനമാണ്, തകർക്കുക തന്നെ ചെയ്യുമെന്നാണ് എം മണി മുട്ടുകാട്ടിൽ പ്രസംഗിച്ചത്. ജില്ലയിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ളത് ഏതാനും പോക്കറ്റുകളിൽ മാത്രമാണെങ്കിലും LDFിലെ രണ്ടാം കക്ഷിയാക്കാൻ സിപിഎമ്മിന് നിർബന്ധം. എന്നാൽ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുവാൻ അവരെ സഹിക്കുക തന്നെ വേണമെന്നും ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, സിപിഐയുടെ പ്രവർത്തന റിപ്പോർട്ട് വലിയ വിമർശനമാണോ സിപിഎമ്മിനെതിരെ അതിലുള്ളത്? അമൃത, ഇന്ന് ആരംഭിച്ച ഇടുക്കി ജില്ലാ CPI ജില്ലാ സമ്മേളനത്തിൽ കെ സലീംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് CPIക്കെതിരെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് CPI നേതാക്കൾ തിരുത്താൻ തയ്യാറാകണം, CPM നേതാക്കൾ തിരുത്താൻ തയ്യാറാകണമെന്ന പരാമർശമാണ്. അനവസരത്തിലുള്ള പല പ്രസ്താവനകളും ജനങ്ങളിൽ നിന്ന് എതിർപ്പ് ഉണ്ടാകാൻ കാരണമാകുന്നു. ജനകീയത വീണ്ടെടുക്കാൻ CPM ശ്രമിക്കണം. കൂടാതെ തങ്ങളോട് എതിർപ്പുള്ളവർ നടത്തുന്ന സമരങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്നതും പ്രതികരിക്കുന്നതും ഒഴിവാക്കണമെന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ CPM നേതാക്കൾക്ക് നേരെ റിപ്പോർട്ട് ഉന്നയിക്കുമ്പോൾ മുന്നണി ബന്ധങ്ങളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് അനാവശ്യ പരിഗണന മുന്നണിയിൽ കൊടുക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിമർശനം ഉണ്ടാകുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒരു വ്യക്തിയുടെ നേട്ടം എന്ന് ചിത്രീകരിക്കാൻ CPM സംഘടിതമായി ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പല വകുപ്പുകൾക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. ഏറ്റവും പ്രധാനമായും ധനവകുപ്പിനെതിരെയാണ്. ധനമന്ത്രി CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. അതേസമയം CPMൻ്റെ വകുപ്പുകൾക്ക് വാരിക്കോരി നൽകാൻ ധനമന്ത്രിക്ക് കഴിയുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു വകുപ്പ് വനം വകുപ്പാണ്. വനം വകുപ്പിനെതിരെ ഇടുക്കിയിലെ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വനം മന്ത്രിക്ക് വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വനം വകുപ്പിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. IFS തമ്പുരാക്കന്മാർക്ക് സാധാരണക്കാരുടെ ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട്. കൂടാതെ വനം വകുപ്പ് ഹിംസ്രജീവികളെക്കാൾ അപകടകാരികളായി മാറിയിരിക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ നിലയിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ റിപ്പോർട്ടിലുണ്ട്. കൂടാതെ ഇടുക്കി ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇടുക്കി ജില്ലയിലെ CPMൻ്റെ മുതിർന്ന നേതാവ് M മണിയുടെ പഴയ ഒരു പ്രസ്താവന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. CPI തകർക്കേണ്ട സംഘടനയാണ്, തകർക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന മുട്ടുകാട്ടിൽ 2012 M മണി നടത്തിയ പ്രസംഗത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ട് കടുത്ത CPMനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കെ സലീംകുമാർ ഇന്ന് ആരംഭിച്ച ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം നാളെ കൂടി തുടരുന്നുണ്ടാവും. കെ രാജനടക്കമുള്ള സംസ്ഥാനത്തെ CPIയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിലാണ് ഈ നിലയിൽ CPMനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അമൃത. ശരി ആഷിഖ്. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ആഷിഖ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ആഷിഖ്, എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം? എന്തിന്റെ കാരണം കൊണ്ടാണ്? നമ്മുടെ ജില്ലയിൽ ഭൂപ്രശ്നം കടുത്ത വലിയ ചർച്ച ആയി നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഭൂപതിവ് ചട്ട ഭേദഗതി നിയമം പുറത്തിറക്കിയെങ്കിലും ചട്ടങ്ങൾ പുറത്തിറക്കിയില്ല എന്നുള്ളത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിൽക്കുന്നതിന് വലിയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് സംഘടിപ്പിക്കുന്നത്. ഇന്ന് കട്ടപ്പനയിൽ വെച്ച് തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കട്ടപ്പനയിൽ കടന്നു പോകവേ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുക്കുകയും കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു. ഭൂപ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാൻ തയ്യാറാകണം സർക്കാർ. ഈ വിഷയങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഏതായാലും ഈ പ്രതിഷേധം കരിങ്കൊടി കാണിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് നീക്കി ഇട്ടുണ്ട്. ശരി, ഇടവേള. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേ ടു നിക്കാ ദ മുസ്ലിം മാട്രിമോണിയൽ. ഹാർഡ്വുഡിലെ റൈറ്റ് ചോയ്സ് ട്രീറ്റ്. കട്ടായി ലെഫ്റ്റ്. ഈ സെറ്റപ്പിലൊന്നും ബോസ് ഇറങ്ങൂലട്ടോ. Action!
കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം MSFന് നൽകാൻ UDSF തീരുമാനിച്ചതോടെ UDSFിലെ തർക്കം തീരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനം KSUവിന് നൽകാനും തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, തർക്കം തീരുകയാണോ? കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ മാസം 22-നാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനിടെ UDSFിൽ ഒരു തർക്കം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെയർമാൻ സ്ഥാനത്ത് ചൊല്ലിയായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ചെയർമാൻ സ്ഥാനം കാലങ്ങളായി KSUവിനാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വേണമെന്ന് MSF ആവശ്യപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് തർക്കമുണ്ടായത്. എല്ലാ സീറ്റുകളിലേക്കും ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും ആരും ഈ MSFും KSUവും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഉന്നത നേതൃത്വം ഇടപെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കാര്യത്തിലൊരു തർക്കം പരിഹരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനം MSFന് വിട്ടു നൽകാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനവും MSFന് തന്നെയായിരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനമായിരിക്കും KSUവിന് ലഭിക്കുക. കൂടാതെ ജില്ലാ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഈ MSFന് ജില്ലാ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാത്തിടങ്ങളിൽ ഈ KSU സ്ഥാനാർത്ഥിയെ പിന്തുണക്കാനാണ് MSF തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തർക്ക പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനി യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDSF ആയി തന്നെ മത്സരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ചെയർമാൻ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡന്റിനും MSF കത്ത് നൽകിയിരുന്നു. ഈ കത്തടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. ഇരു മുന്നണികളും ഒറ്റയ്ക്ക് മത്സരിക്കാൻ, അല്ലെങ്കിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഉന്നത നേതൃത്വം കോൺഗ്രസിന്റെ VD സതീശൻ തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു തർക്കപരിഹാരം ഉണ്ടായിരിക്കുന്നത്. അമൃത. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും അതിതീവ്ര മഴ തുടരും. 21 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സനീസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനീസ, വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഏതൊക്കെ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്? അമൃത, ഈ വരും 2 ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്. ഇന്ന് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 വടക്കൻ ജില്ലകളിലും റെഡ് അലേർട്ട് തുടരുകയാണ്. കൂടാതെ തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് തുടരുന്നത്. വരും ഒരാഴ്ച 5 ദിവസത്തോളം സംസ്ഥാനത്ത് മഴ ഇതേപോലെ തുടരും. വടക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 24ഓടെ വടക്കൻ ബംഗാളിൽ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ തുടരുന്നത്. 21 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക. ഈ ശക്തമായ മഴയ്ക്കൊപ്പം ഇന്ന് കേരളത്തിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണം. കേരള തീരത്ത് 22 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത. ശരി. മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുല്ലങ്കോട് സ്വദേശി കുമ്മാളി നാസറിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. കാലികളെ മേയ്ക്കുന്നതിനിടെ കടുവയെ കണ്ടതോടെ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയെ മേഖലയിൽ നിന്ന് പിടികൂടിയത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഒരു കടുവയുടെ പ്രശ്നം 2 ആഴ്ച മുമ്പ് തീർന്നതേയുള്ളൂ. അപ്പോഴിതാ വീണ്ടും മറ്റൊരു കടുവ കൂടി എത്തിയിരിക്കുന്നു ജനവാസ മേഖലയിൽ. തീർച്ചയായിട്ടും അമൃത, ആളുകൾ ഏറെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കാളിക്കാവിൽ നിന്ന് ഒരു കടുവയെ പിടിച്ചു കൊണ്ടുപോയത്. ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവ ഈ മേഖലയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു കടുവ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, പട്ടാപ്പകൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കാളിക്കാവിലെ പുല്ലങ്കോട് എസ്റ്റേറ്റിലായിരുന്നു എസ്റ്റേറ്റിലെ 52-ാം ഡിവിഷൻ ഭാഗത്ത് വെച്ചാണ് പശുവിന് നേരെ ആക്രമണം ഉണ്ടായത്. എസ്റ്റേറ്റ് തൊഴിലാളിയായ കുമ്മാളി ഖാലിദിന്റെ ഉടമസ്ഥയിലുള്ള പശുവാണ്. ഈ പശുവിനെ പുല്ലങ്കോട് സ്വദേശിയായ തയ്യിൽ നാസർ ആയിരുന്നു മേച്ചിരുന്നത്. വേറെയും പശുക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ മേയ്ക്കുന്നതിനിടെ പശുവിന്റെ കഴുത്തിലേക്ക് കടുവ ചാടി വീഴുകയും കടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഈ സമയം
നാസർ ഓടി രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ ബഹളം വെക്കുകയും ചെയ്തു. ഇതോടെ കടുവ ഈ പശുവിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ കടന്നു പോവുകയായിരുന്നു. പശുവിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള പല്ലുകൊണ്ട മുറിവുകളുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി ഇത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും പട്ടാപ്പകൽ കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്ത് നാട്ടുകാർ. അമൃത. ശരി ജംഷീർ. അട്ടപ്പാടിയിൽ നവജാത ശിശു മരണം. അരിവാൾ രോഗിയായ 19 വയസ്സുകാരുടെ കുഞ്ഞാണ് മരിച്ചത്. 5-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. അമ്മയ്ക്ക് പോഷകാഹാരക്കുറവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതിനാലാണ് നേരത്തെ പ്രസവം നടന്നത്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. സാജിദ്, വിശദാംശങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അട്ടപ്പാടിയിൽ ഈ നവജാത ശിശു മരണം ഉണ്ടായിരിക്കുന്നു. ഈ ജനിച്ച് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് മരിച്ചു. 5-ാം മാസത്തിലാണ് ഈ കുഞ്ഞ് പിറന്നത്. 19 വയസ്സുകാരിയായ അമ്മയ്ക്ക് അരിവാൾ രോഗം, അതായത് സിക്കിൾ സെൽ അനീമിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഈ മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ചത്. ശരി സാജിദ്. വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടത്താൻ KSEBക്ക് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകി. വൈദ്യുതി അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. വിദ്യാർത്ഥികൾക്ക് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. RB സനൂപ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ, വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?